ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് മാർക്കറ്റിൽ വലിയൊരു മൂവ് ഒന്നും കാണുന്നില്ല. ദാറ്റ് ഈസ് ബേസിക്കലി ഈ ലോങ് വീക്കെൻഡ്. നാളെ ഇപ്പം ഓഗസ്റ്റ് 15th ഹോളിഡേ ആണ് മാർക്കറ്റ്. ദെൻ സാറ്റർഡേ ആൻഡ് സൺഡേ ഈസ് കമ്മിങ്. ഓൾസോ വലിയൊരു ട്രംപ് പ്യൂട്ടിൻ്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. സോ ബിഗ് ഇവൻറ്റ്സ് ആർ ഹാപ്പനിങ്. സോ അതുകൊണ്ട് മാർക്കറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് കോഷ്യസ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിലും ഞാൻ കാണുന്നത് ദർ ആർ സം ഗുഡ് സ്റ്റോക്സ് ലൈക്ക് സം കോൾഗേറ്റ് ഈസ് നന്നായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കോൾഗേറ്റ് ആക്ച്വലി നല്ലൊരു പ്രൈസിലാണ് ഇപ്പോൾ ഉള്ളത്. ദാറ്റ് മീൻസ് 2150 ഈസ് കോൾഗേറ്റ് ഒക്കെ ഒരു ലോങ് ടേമിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കുകളാണ്. അതുപോലെ ബോംബെ ബർമ എന്ന് പറഞ്ഞൊരു കമ്പനി, ദാറ്റ്സ് ഓൾസോ വാഡിയൻ്റെ കമ്പനിയാണ്. ദാറ്റ്സ് ഓൾസോ സ്ട്രോങ് കമ്പനി. ദീസ് ആർ ദ ടു കമ്പനീസ് ഐ സി നല്ലൊരു കറക്റ്റഡ് പ്രൈസിൽ കാണുന്നത്. സോ ബേസിക്കലി ഇന്നിപ്പം അഡാനി പോർട്ട് ഈസ് ഓൾസോ ഐ തിങ്ക് 1300 അതിന് സപ്പോർട്ട് ഉണ്ടെന്ന് അഡാനി പോർട്ടിന് തോന്നുന്നു. സോ ഈ സ്റ്റോക്കുകളൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബട്ട് എനിവേ ഇതെൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. പിന്നെ ഈ മെയിൻ പ്രോബ്ലം ഈസ് ദാറ്റ് നമ്മളെ ഈ വേൾഡ് ലീഡർഷിപ്പ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ട്രംപിൻ്റെ അല്ലെങ്കിൽ പുടിനോ അല്ലെങ്കിൽ ചൈനീസ് ലീഡർ CEO ട്വിറ്ററിലെ ഒരു ജസ്റ്റ് വൺ സെൻറ്റൻസ് അവരെഴുതി കഴിഞ്ഞാൽ വേൾഡ് മാർക്കറ്റ് ശരിക്കും ട്രംപിളിനോ. സോ അത്രമാത്രം പവർഫുൾ പീപ്പിളാണ് ഇവർ. സോ നമ്മുടെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററോ ട്വിറ്ററിൽ മെൻഷൻ ചെയ്താൽ നോ വൺ ഈസ് ബോതർഡ് അബൌട്ട് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ മാർക്കറ്റ്. പക്ഷേ ഇവരൊക്കെ ട്വിറ്ററിലൊന്നും ഒരു സെൻറ്റൻസ് എഴുതിക്കുക നെക്സ്റ്റ് ഡേ വേൾഡ് മാർക്കറ്റ് ഷിവർ ചെയ്യുന്നത് കാണാം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹൗ സ്ട്രോങ് ദിസ് പീപ്പിൾ ആർ, ഹൗ ദേ ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്നുള്ള കാര്യം പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇവരൊക്കെ വേൾഡിലുള്ള ഗ്രേറ്റ് ലീഡേഴ്സോ ഗുഡ് ലീഡേഴ്സോ ബാഡ് ലീഡേഴ്സെന്നോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പക്ഷേ ഈ ലീഡേഴ്സ് ഓൾവേസ് ദേ ആർ ബോത്ത് വിഷണറി ആൻഡ് റിയലിസ്റ്റിക് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ലീഡർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ചാൽ ദേ ഹാഡ് ടു ഫേസ് റിയാലിറ്റി ആൻഡ് ദേ ഹാഡ് ടു മേക്ക് ദ നെസസറി ചേഞ്ചസ്. അത് ജാക്ക് വാൾഷ് പറഞ്ഞ പോലെ ഒരു കമ്പനിയിലെ ലീഡർക്ക് ഇമ്മീഡിയറ്റ്ലി അയാൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ഹി ഹാസ് ടു ടേക്ക് ദ കറക്റ്റീവ് മെഷേഴ്സ്. അല്ലെങ്കിൽ പിന്നെ അത് ഇറ്റ് വിൽ ബി ടു ലേറ്റ് ടു കറക്റ്റ് എന്ന് അയാൾ പറഞ്ഞത്. പണ്ട് ഈ ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞ് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, യു ക്യാൻ ഫൂൾ സം ഓഫ് ദ പീപ്പിൾ ഓൾ ദി ടൈം ആൻഡ് ഓൾ ഓഫ് ദ പീപ്പിൾ സം ഓഫ് ദി ടൈം എന്ന് പറഞ്ഞു. അതുപോലെ ലീഡേഴ്സിന് എല്ലാ സമയത്തും എല്ലാ ആൾക്കാരെയും വിഡ്ഢിയാക്കി രാജ്യം ഭരിക്കുക എന്നല്ല മനസ്സിലാക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു നല്ല ലീഡർ മനസ്സിലാക്കുക? ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയുക. ഈ UAE എന്നുള്ളൊരു കൺട്രി എടുക്കുക. ഷെയ്ഖ് സായിദ് എന്നുള്ള ലീഡർ അല്ലെങ്കിൽ UAE ലീഡേഴ്സ്. സോ ഒരു രാജ്യത്തെ ലീഡേഴ്സിനെ എങ്ങനെ ജഡ്ജ് ചെയ്യാന്ന് വെച്ചാൽ ആ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ആ രാജ്യത്തെ ജനങ്ങൾ എത്രമാത്രം സന്തുഷ്ടരായി. ജൈസ രാജ വൈസ പ്രജ എന്ന് പണ്ട് കാലത്ത് പറഞ്ഞില്ലേ, ആ പ്രജകൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ആണ് ആ ലീഡറിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇപ്പോൾ കേരളത്തിലിപ്പം നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ്. സോ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം സന്തുഷ്ടരാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ഹാപ്പിയാണ്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ജോബ്സ് എത്രമാത്രം ഉണ്ട്, ജനങ്ങൾ എത്രമാത്രം സന്തുഷ്ടരാണ്. അതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞത്. സോ ലീഡേഴ്സ് എൻ്റെ വലിയൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത് ദേ ഹാവ് ടു എംബ്രേസ് റിയാലിറ്റി. സോ ആൻഡ് എംബ്രേസ് റിയാലിറ്റി എന്ന് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഒരു ലീഡർ എന്ന് വെച്ചാൽ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലീഡർ. സോ ഈ ലീഡേഴ്സിന് ടൈം ഓഫ് ടർബുലൻസ് ഉണ്ടാവും. അതുപോലെ ടൈം ഓഫ് ടർബുലൻസിലും ഒരു ലീഡറുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ ഡിനൈ ദി റിയാലിറ്റി. സോ അതാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഈ എസ്പെഷ്യലി നമ്മുടെ ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധിൻ്റെ ലീഡർഷിപ്പിൽ എനിക്ക് കാണുന്ന വലിയൊരു വീക്ക്നെസ്സായി കാണുന്നത് ഹി ഡസൻറ്റ് റിയലൈസ് ദ റിയാലിറ്റി ആൻഡ് ടോക്കിംഗ് സംതിങ് വിച്ച് നോട്ട് റിലവൻറ്റ് ടു ദ റിയാലിറ്റി. അതൊക്കെയാണ് ഇതിൽ ഫെയിലറായിട്ട് തോന്നുന്നത്.
പിന്നെ ഇപ്പം നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു ഇപ്പോൾ അമേരിക്കേൻ്റെ കാര്യം എടുത്താലും ഇന്ത്യേൻ്റെ കാര്യം എടുത്താലും ഈ AI ഇങ്ങനെയുള്ള ട്രേഡ് വാർ നടക്കുന്ന സമയത്തും മെനി പീപ്പിൾ ലോസ് ദ ജോബ്. നിങ്ങളൊരു ജോബ് നഷ്ടപ്പെടുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കും. കാരണം വെച്ചാൽ നിങ്ങൾ ജോബിലിരിക്കുന്ന കാലത്തോളം ആൻഡ് യു ഹാവ് ഡ്രീംസ് ആൻഡ് ദ മൊമെൻറ്റ് യു ലോസ് ദ ജോബ്സ് നിങ്ങൾ ആ ടീമിൽ തന്നെ യു ഹാവ് ടോൺ എ പാർട്ട് ആൻഡ് യുവർ ഡ്രീംസ് വെൻറ്റ് അൺറിയലൈസ്ഡ്. ഓൾസോ മോസ്റ്റ് സാഡസ്റ്റ് തിങ്സ് ദാറ്റ് നിങ്ങളെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് നമ്മളെ കമ്പനിയിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. വൺ ഡേ യു ലോസ് ദ ജോബ്, നെക്സ്റ്റ് ഡേ ദേ വിൽ നോട്ട് ടോക്ക് ടു യു. അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ. സോ അതാണ് ഈ ജോബ് ലോസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഗുഡ് ലീഡേഴ്സ് എന്ന് വെച്ചാൽ ഹു ലീഡ് ദ ഗ്രേറ്റ് കമ്പനീസ്, ഗ്രേറ്റ് കൺട്രി ആൻഡ് ഫേസ് റിയാലിറ്റി ആൻഡ് മേക്ക് ചേഞ്ചസ് അക്കോർഡിംഗ്ലി എന്നാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ഈ ഡൊണാൾഡ് ട്രംപ് ആയാലും ശരി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി ആയാലും ശരി, നിങ്ങൾ നോക്കണം ഈ ചൈനയും ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് നോക്കണം. ചൈന ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു വുഹാൻ വാലിയിൽ വെച്ചിട്ട് കഴിഞ്ഞ കുറച്ചൊരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക് വലിയ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു വി വെർ നെക്ക് ടു നെക്ക് ആൻഡ് ഇറ്റ് വാസ് ഒരു വാറിൻ്റെ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിരുന്നു. സോ ആ സമയത്ത് ഇവിടെ എല്ലാ ചൈനീസ് കമ്പനികളെയും ഗവൺമെൻറ് മോണിറ്റർ ചെയ്തു. ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഗവൺമെൻറ്. ചൈനീസ് പ്രോഡക്റ്റ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ വാട്സപ്പിലും പല സ്ഥലങ്ങളിലും അതാരാ ചെയ്യുന്നറിയില്ല. അന്നേരത്ത് വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ചൈനീസ് പ്രോഡക്ട്സ് വാങ്ങിക്കാൻ പാടില്ല, ചൈനയിൽ നിന്ന് ചീപ്പ് പ്രോഡക്ട്സാണ് വരുന്നത്. പക്ഷേ എഗെയിൻ ഇന്ത്യക്കാരെല്ലാം ചൈനേൻ്റെ പ്രോഡക്ട്സാണ് ആ സമയത്ത് കിട്ടി, വേറെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. സോ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു. സോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ട്രംപ് മത്സരിക്കുന്ന സമയത്ത് ഈ ഓർമ്മയുണ്ടായിരിക്കും, ട്രംപിന് വേണ്ടിയിട്ട് ഡൽഹിയിലും ഹൈദരാബാദിലും ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പൂജ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ട്രംപിന് വേണ്ടിയിട്ട്, ട്രംപ് ജയിക്കണം എന്ന് പറഞ്ഞിട്ട് ദേശഭക്തി രാജ്യസ്നേഹികളൊക്കെ കുറേ പോയിട്ട് ട്രംപിനെ വേണ്ടിയിട്ട് പൂജ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. സോ ഇന്ന് അതൊക്കെ മാറി. സോ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദർ ആർ നോ പെർമനൻറ്റ് ഫ്രണ്ട്സ് ഓർ എനിമീസ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് റിലേഷൻഷിപ്സ്. ഇറ്റ് ഈസ് ഓൺലി ദ പെർമനൻറ്റ് ഇൻട്രസ്റ്റ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ജസ്റ്റ് നിങ്ങൾക്ക് 2 കൊല്ലത്തുനിന്ന് റീൽ ബാക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ സംഭവിക്കുന്നത്. ട്രംപ് മത്സരിച്ച സമയത്തും ഇവിടെ ട്രംപ് ജയിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ, ട്രംപിന് വേണ്ടി റാലി ചെയ്ത ആൾക്കാർ വരെ ഡൽഹിയിലുണ്ടെന്നാണ് കേട്ടത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഐ വാണ്ട് ടു സേ. സോ മാർക്കറ്റിൽ ഞാൻ കാണുന്ന ഈ മാർക്കറ്റിലും ഇതന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇനിയുള്ള നെക്സ്റ്റ് 30-45 ഡേയ്സ് മാർക്കറ്റിൽ ചോപ്പ് ചെയ്യാനാണ് സാധ്യത. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ ഡൂയിങ് ദ ട്രേഡിംഗ്. യു ഹാവ് ടു കീപ് ദ സ്റ്റോപ്പ് ലോസ് ആൻഡ് ദാറ്റ് ഈസ് റൂൾ നമ്പർ 1, വിച്ച് ഈസ് റൂൾ നമ്പർ 2 ഗോ ടു റൂൾ നമ്പർ 1 എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ദിസ് ഈസ് വാട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഞാൻ ഈ റൊണാൾഡ് റീഗൻ അയാൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ പിന്നെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് വെച്ചാൽ നാളെ നിങ്ങൾ അമേരിക്കയിലെ ഇലക്ഷന് പോകുന്ന സമയത്ത് യു ആർ മേക്കിംഗ് എ വെരി ബിഗ് ഡിസിഷൻ വെൻ യു വോട്ട് ആൻഡ് എലക്ട് എ ലീഡർ. സോ യു ഹാവ് ടു തിങ്ക് വെൻ യു മേക്ക് ദ ഡിസിഷൻ. നിങ്ങൾ ചോദിക്കേണ്ട ഒരു വലിയൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെയാണ്. സി, ആർ യു ബെറ്റർ ഓഫ് ദാൻ യു വെൻ യു ആർ 4 years ago? Or is it easier for you to get a job or buy things in the store than it was 4 years ago? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഗവൺമെൻറ് ഈസ് ഗുഡ്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ആർ യു ബെറ്റർ ഓഫ്, ഈ കഴിഞ്ഞ 5 കൊല്ലത്തെക്കാട്ടും ബെറ്റർ ഓഫാണോ കേരളത്തിൽ നിന്ന്? അല്ലെങ്കിൽ കേരളത്തിൽ അത്രയധികം ജോബ്സ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസയിലൂടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഈ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട വലിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ വലിയൊരു കാര്യം വെച്ചാൽ ലീഡേഴ്സ് ഷുഡ് ഹാവ് ലോട്ട് ഓഫ് ഫോളോവേഴ്സ്. ഇഫ് ലീഡർ ഡസൻറ്റ് ഹാവ് ഫോളോവേഴ്സ് ദെൻ യു ആർ നോട്ട് എ ലീഡർ. സോ ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇഫ് യു ആർ എ മാനേജർ ഓൾസോ യു ക്യാൻ ബൈ ദ എംപ്ലോയീസ്. യു എംപ്ലോയ് എ പേഴ്സൺ ബട്ട് യു ക്യാൻ ബൈ ഹിസ് ടൈം. You can buy his physical presence at a given place, and you can even buy a measured number of his skilled muscular motions where you can buy per hour. But you cannot buy the employee's loyalty, you cannot buy the employee's enthusiasm, you cannot buy the devotion of the heart, minds and soul. That you must earn. So every political leader, every manager must earn all these things.
So as a leader, you should never expect the loyalty of others before you have built a relationship and earned the trust. So thank you very much for viewing my channel. Kindly do subscribe my channel. Have a nice day.